അതുപോലെ അയല ഒന്ന് സ്പൈസി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കുന്ന കൂടത്തിൽ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതായി വറക്കുന്ന മീനുകൾക്കൊക്കെ. ഞാൻ കുറച്ചൊരു കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. ഇഞ്ചി നമ്മൾ ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്താൽ മതി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ചതച്ചെടുക്കണം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി വേണം. പിന്നെ നമ്മൾ ഇത്തിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് വേണം മസാല ഒന്ന് തേച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ് എടുക്കണം. ഞാൻ 1 സ്പൂണും മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്ന് എരിവ് നോക്കിയിട്ട് വേണം കൂടുതൽ ചേർക്കാൻ. ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും വേണം. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം. നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ചതഞ്ഞ് പെട്ടെന്ന് കിട്ടിക്കോളും. ഉപ്പും കൂടി ഇട്ട് ഇടിക്കുവാണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് അങ്ങ് ചതഞ്ഞ് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ഇടാം. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഉണ്ട് ഇപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ ഈ പരുവത്തിലൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ. എൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടിയാണ്. ഈ മഞ്ഞളും കൂടി ഇടാം. നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ അയലയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് കുറച്ച് വലിയ അയലയാണ് കിട്ടിയിരിക്കുന്നത്. അത് കാരണം ഞാൻ നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി നല്ലപോലെ വരഞ്ഞാൽ മസാലയൊക്കെ അകത്തോട്ട് കയറത്തുള്ളൂ. നമുക്ക് 2 സൈഡും നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിച്ച് ഒരു അരമണിക്കൂർ വെക്കണമെങ്കിൽ അയലയുടെ അകത്തൊക്കെ മസാല നല്ലപോലെ പിടിക്കത്തുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് തേച്ച് ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കാം. നമ്മുടെ അയല ഉണ്ടോ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് ഞാനിത് ഒരു അരമണിക്കൂർ ആയതാണിപ്പോൾ. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അയലയ്ക്കൊക്കെ നല്ല ദശക്കട്ടി ഉള്ളതുകൊണ്ട് അത് നല്ല മൊരിയാതിരിക്കും. ഈ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും മീൻ വറുത്തതിന്. നമുക്ക് കറിവേപ്പിലയും കൂടെ കുറച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീന് നല്ല ടേസ്റ്റ് കിട്ടും. സ്ലോ ഫ്ലെയിമിൽ നമ്മൾ 2 സൈഡും മൊരിയുന്ന വരെ വറുത്തെടുക്കാം. നമുക്കൊരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, മറിച്ച് ഇടാം. ഈ സൈഡ് നല്ലപോലെ ഒന്ന് മൊരിയുന്നവരെ വെക്കാം. ഒരു 4-5 മിനിറ്റ് വേണമെങ്കിൽ നമ്മൾ ഈ അയലയുടെ അകമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു വലിയ അയലയല്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീ കൂട്ടി വെച്ചെടുക്കരുത്. ഇത് ഒരു 3-4 മിനിറ്റ് വെക്കാം. നമ്മുടെ അയല വറുത്തത് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എടുക്കാം. ഞാനിപ്പം നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ നല്ല നാടൻ അയല ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.